അതെ, ഇൻസ്പെക്ടർ രജനിയാണ്. നമ്മുടെ പ്ലാൻ പ്രകാരം എല്ലാം ചെയ്തു കഴിഞ്ഞു. ഉടനെ വരണം. ഐ വിൽ വെയിറ്റ് ഹിയർ. ഓക്കെ? നിൽക്കടി അവിടെ. നിനക്ക് ലജ്ജയില്ലേ നിന്റെ അനുജനെ വഞ്ചിക്കാൻ? ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഒരു കൊലയാളിയെ പിടിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നിനക്ക് മനസാക്ഷിയില്ലേ? മനസാക്ഷിയെ മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഈ വേഷം ധരിച്ചത്. അവനെ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിയമത്തിനെതിരായി ആര് നടന്നാലും ഞാൻ അവരെ വെറുതെ വിടില്ല. നീ എന്നെയും അറസ്റ്റ് ചെയ്യുമോ? അങ്ങനെ ഒരു സ്ഥിതി അമ്മ ഉണ്ടാക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഇവരൊക്കെ? ഇവരൊക്കെയോ? ശർമ്മയും തമ്പിയും കൊന്നതിന് തെളിവുകൾ ഉണ്ടോന്ന് നീ ചോദിക്കാറില്ലേ? തെളിവുകളോട് കൂടി നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. തെളിവോ? അതെ. നീ അവരെ കൊന്നത് എങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞില്ലേ? അതെല്ലാം നിന്റെ ശബ്ദത്തിൽ തന്നെ ഈ ടേപ്പിലുണ്ട്. ചേച്ചിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സാർ, ഈ ടേപ്പിലുള്ളത് എന്താണെന്ന് എനിക്കൊന്ന് കേൾക്കാമോ? ഓഫ് കോഴ്സ്, പ്ലീസ്. യെസ് സാർ. നിനക്ക് വേണ്ടിയല്ല. ജയ, നിന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഞാൻ പകവീട്ടണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. നിന്റെ ബുദ്ധിശക്തി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ ക്രിമിനൽ ബ്രെയിൻ. ചേച്ചി, നടന്ന സത്യം ഞാൻ പറയട്ടെ. നടന്ന സത്യം ഞാൻ പറയട്ടെ. പാവാട വേണം, മേലാട വേണം, പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ ആണ് നീ. ചേച്ചി, നടന്ന സത്യം ഞാൻ പറയട്ടെ. പാവാട വേണം, മേലാട വേണം, പാവാട വേണം, മേലാട വേണം. ചേച്ചി എന്ത് ചെയ്താലും അതിലുള്ളതല്ലേ കേൾക്കൂ. വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ ഫൂളാക്കിയാണ്. സോറി. കൂടെ പറഞ്ഞ സഹോദരിയായിട്ട് പോലും ചേച്ചി പോലീസിന്റെ ബുദ്ധി കാണിച്ചു കളഞ്ഞല്ലോ. ചേച്ചി, ഒന്നുമില്ലെങ്കിലും 25 വർഷം കൂടെ ജീവിച്ചവനല്ലേ ഞാൻ. എന്റെ ചേച്ചിയെ പറ്റി എനിക്കറിഞ്ഞൂടെ? ചേച്ചിയുടെ അസുഖവും രാജ്യവും ഒക്കെ എനിക്കറിയാം. എന്നെ കൊണ്ടുവന്ന് തെളിവെടുപ്പിക്കാനുള്ള വേലയും മനസ്സിലായി. പാവം, എന്റെ ചേച്ചിയെ കാണുമ്പോ എനിക്ക് പരിതാപം തോന്നുന്നു. അതെങ്ങനെയാണെന്ന് അറിയണമല്ലേ? പറയാം. സോറി ഇൻസ്പെക്ടർ, ഇതിന്റെ പേരാണ് മൈക്രോഫോൺ. മൈക്കെന്നും പറയും. ഇതെന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നറിയണമല്ലേ? പറയാം. ചേച്ചി കയറി വന്നപ്പോ ഞാൻ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നെയിൽ കട്ടർ താഴെ വീണത് ഓർക്കുന്നുണ്ടോ?
മനസ്സിലായോ? ജെയിംസ്, അനിയന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ പിടിക്കാൻ വേണ്ടി ചേച്ചി ഇനിയും ശരീരം ക്ഷീണിപ്പിക്കരുത്. ഇൻസ്പെക്ടർ, ആ മൂന്നാമനെയും കൂടി കൊന്നിട്ട് ഞാൻ തന്നെ നിങ്ങളെ വന്ന് കാണാം. നിങ്ങൾ തരുന്ന ഏത് ശിക്ഷ വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചുകൊള്ളാം. ഗുഡ് നൈറ്റ്. വായോ, അകത്തേക്ക് വായോ. സാർ, 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 എന്താ ആരായി പെണ്ണ്? ഒരു തെരുവ് നടത്തി വേറെ ആരെയും കിട്ടിയില്ലേ? ഇതുപോലെ അതാണ് തെറ്റ്. ഇവൾ ആരാന്നറിയാതെ, ഇവളുടെ തൊഴിലെന്തെന്നറിയാതെ, തൊഴിലിന്റെ വരുമാനം എന്തെന്നറിയാതെ Shut up. നീ ഒരു അക്ഷരമുണ്ട്. മുഖവര വേണ്ട. ആരായി പെണ്ണത്? തെരുവിൽ കൂത്താടി പൊതുജനങ്ങളുടെ മനസ്സ് അനാവശ്യമായി ഇളച്ചു കൊടുക്കും. ആ വൈകിക്കണ്ട, കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് ന്യായമാണോ? കൂട്ടിക്കൊണ്ടുവന്ന് വെച്ച് ചേടാ, ഇതെന്തൊരു കഥ. നീയല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്? അതെ സാർ, ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോഴാണ് ഇവിടെ പിടിച്ചത്. എന്ത് പിടിച്ചു? എന്തോന്ന് പിടിച്ചു? കൂട്ടിക്കൊണ്ടുവരുമ്പോ ഞാൻ ഇവളുടെ കഥ കേട്ട് എന്റെ കരൾ അഴിഞ്ഞു പോയി സാർ. ഞാൻ മഫ്റ്റിലായിരുന്നു എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോ അവള് പിന്നെ ചാക്കിക്കെറ്റെന്ന് പറ. എവിടെയാണ് നിന്റെ കൂത്താട്ടം? വയറ്റിപ്പിഴപ്പിന് വേണ്ടി തെരുവിലാടി. ഇവിടെ ലാക്കപ്പിലിടും. അതാണ് തെറ്റ്. രാത്രി ഒരു പെണ്ണിനെ ലോക്കപ്പിൽ വെക്കാൻ പാടില്ല. എന്താ തിരിച്ചടിയാണ്? ജാമ്യത്തിൽ അടക്കാമെന്ന് വെച്ചാൽ ആര് ജാമ്യം നിൽക്കും? എന്ത് ജാമ്യം? എന്തോന്ന് ജാമ്യം? അതിനെന്താ, ഞാൻ ജാമ്യം കൊടുക്കാമല്ലോ. അറസ്റ്റ് ചെയ്തതെന്ന്, ജാമ്യത്തിൽ ഇറക്കുന്നതെന്ന്. എന്താ തമാശ കളിക്കാണോ? ഡ്യൂട്ടിയിലുള്ളപ്പോൾ അറസ്റ്റ്, മഫ്റ്റിയിൽ വന്ന് ജാമ്യം. അത് പറ്റില്ല. ആരൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ ആടുന്നു. അതൊന്നും കാണാൻ ആളില്ല. അരച്ചാൻ വയറിന് വേണ്ടി ആടിയതാ തെറ്റ്. നീ റോഡിൽ ആടിയത് നിയമപ്രകാരം തെറ്റ്. ഇവിടെ ലാക്കപ്പിലിടൂ. ഇതാണോ അവസാന തീരുമാനം? അതെ, അതാണ് നിയമം. വേറൊരു വഴി, വേറെ വഴിയില്ല. ജോർജ് ഹിയർ. ഹൂ ഈസ് ഇറ്റ്? ഞാനോ? നിന്റെ രണ്ട് കൂട്ടുകാരെയും കൊന്നത് ഞാനാണ്. അതിന് ഞാനെന്ത് വേണോടാ പറ്റി? ഇനി ബാക്കിയുള്ളത് നീ മാത്രം. നാളെ നമുക്കൊന്ന് ഏറ്റുമുട്ടാം. എന്താ? ഓഹോ, നിന്റെ ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്ന അല്ലടാ ഈ ജോർജ്. ഇത് കുറച്ച് വിഷം കൂടി എനവാ. വാടാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. യു ആർ വെരി വെൽക്കം മൈ ബോയ്. മണ്ണൻ ചെറുക്കൻ. Sure. ഞാൻ ഭയന്നു വന്നതല്ല. ഒരു കൊലപ്പുള്ളിയെ ഇങ്ങനെ കയറൂരി വിടാൻ നിയമം എങ്ങനെ അനുവദിക്കുന്നു എന്നറിയാൻ വേണ്ടി വന്നതാണ്. ദാറ്റ്സ് ദ പോയിന്റ്. എന്ത് ചെയ്യാം മിസ്റ്റർ ജോർജ്? വേണ്ടത്ര തെളിവുകളില്ലാതെ വരുമ്പോൾ അവനെ പോലെ എത്ര കൊലയാളികൾ ഇവിടെ മാന്യതയുടെ മറവിൽ കഴിയുന്നു. ശ്രീ മിസ്റ്റർ ജോർജ്, ഒരാളെ അറസ്റ്റ് ചെയ്യാനും അയാളുടെ പേരിൽ നടപടികൾ എടുക്കുവാനും നിയമപ്രകാരം വേണ്ടത്ര തെളിവുകൾ ആവശ്യമാണ്. ഓഹോ, അപ്പോൾ തെളിവുകളോടുകൂടി മാത്രമേ നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ ഈ നിങ്ങളെ അറസ്റ്റ് ചെയ്യാമല്ലോ. Oh well, she's getting funny. Rather sarcastic sometimes. അതല്ല, ഐ മീൻ ആർക്കാരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന്. Oh, like that. പോലീസുകാർക്കും ചില അധികാരങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അത് തെറ്റാണ് മിസ്റ്റർ ജോർജ്. എനിവേ, നിങ്ങൾ എഴുതി കൊടുത്ത പരാതി ഉടനടി കണക്കിലെടുക്കുന്നതാണ്. Well, it is very kind of you, sir. See you, Inspector.
കാരണമില്ലാതെ ഞങ്ങൾ ഇവിടെ വരില്ല. അത് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ജയൻ ഇവിടെ ഉണ്ടോ? അത് നിങ്ങളുടെ അഴിയണോ? നോ, കൊലയാളിയായ ജയൻ. ആരും അറിയില്ലല്ലോ. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? എന്റെ മകനുണ്ട്. മകള് മാത്രമോ? ഈ ചോദ്യം ചോദിക്കാൻ നേരം കൊണ്ട് നിങ്ങൾക്ക് പോയി നോക്കല്ലേ. ഓക്കെ ഓക്കെ. പുരുഷു, Yes, sir. രാജപ്പ, Yes, sir. ഗോ ആൻഡ് ചെക്ക് ഔട്ട്. നീ എന്തായി കളിക്കുന്നേ? കൈ കൊണ്ടെടുക്കുന്നേ? കൈയെടുക്കാൻ എന്താണ് അച്ഛാ? നമ്മുടെ ഇൻസ്പെക്ടർ അവരുടെ അനിയനെ തേടി വന്നിരിക്കുക. സോറി, ജയനെ അന്വേഷിച്ചു വന്നിരിക്കുക. അങ്ങനെയാണോ? അദ്ദേഹം ഇപ്പൊ വരും. ഇരിക്കൂ. നോ താങ്ക്സ്. തണുത്തത് എന്തെങ്കിലും കഴിക്കുന്നോ? അവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വന്ന് കഴിച്ചോളാം. ആ, അപ്പൊ പിന്നെ ഈ വീട്ടിലൊന്നും കഴിക്കാൻ രസമില്ല. അവനെ ഞാൻ പിന്നെ കണ്ടോളാം. എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണം സർ. നോ വൈ? എന്ത് വൈ? നോ എന്ന് പറഞ്ഞാൽ നോ. ഞാൻ എസ് ഐ ആണ്. അതാണ് തെറ്റി. അന്ന് വന്നില്ലേ ആ തിരിവ് നർത്തകി, അവള് ഞാനും തമ്മിൽ പ്രേമത്തിലായി. ഇന്നേക്ക് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 15 നാളായി. ഈ 15 ദിവസം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു സർ. സാർ എനിക്ക് ലീവ് തരണം സർ. തരില്ല, സാധ്യമല്ല. സാർ നിങ്ങളൊരു പുരുഷനാണോ? ഞാനല്ല, നീയാണ് പുരുഷൻ. നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ 999 ലീവിലാണ്, 666 ലീവിലാണ്. ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു കിട്ടാപ്പുള്ളി അകത്തും കിടക്കുന്നു. നീ കൂടെ പോയ എന്റെ വികാരത്തെ ഉണർത്തരുത് സർ. വേണ്ടി വന്ന ഞാൻ ജോലി രാജിവെക്കൂ. എന്നാൽ അത് ചെയ്യണം. ആ, രാജിവെച്ചെന്റെ ജോലി പോയി. ഇല്ല, ഡബിൾ ഇൻക്രിമെന്റ്. മുതലാളി, മുതലാളി കണ്ടോ മുതലാളി? രേഖയുടെ ഡാൻസ് ഇമ്പീരിയൽ ഹോട്ടലിൽ. That's very good. I shall see her. രേഖ അകത്തേക്ക് വിട്ടോളൂ, ഞാൻ ഇപ്പൊ വരാം. എന്താ ഇത്? സംസാരിക്കാൻ സമയമില്ല, ഞാൻ ഉടനെ വരാം. എനിക്ക് എന്റെ അമ്മയെ കാണണം. ഈ അർദ്ധരാത്രി എങ്ങോട്ടാ? ഞങ്ങളുടെ വിവാഹം നാളെ തന്നെ നടത്തണം. ഇനി നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. ബാക്കിയെല്ലാം രേഖ പറയും. വരട്ടെ. എന്താ മോളെ ഇതെല്ലാം? ഞാനെല്ലാം പറയാം. ഇരിക്കൂ അച്ഛാ. മറ്റൊരു മാർഗവുമില്ലമ്മേ. അമ്മയെ അറിയിക്കാതെ തീരുമാനിച്ചതിൽ വേദനയുണ്ട്. എല്ലാം മറന്ന് എന്നെ അനുഗ്രഹിക്കണോ അമ്മേ? സാരമില്ല മോനെ, നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കുന്നില്ല. എല്ലാം വിധി പോലെ നടക്കട്ടെ. അവൾ ഉണർന്നതിന് മുമ്പ് പൊയ്ക്കോ. ഞാൻ പോട്ടെ അമ്മേ. ശരി മോനെ. അമ്മ ആരോടാ സംസാരിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ചോദിച്ചത് കേട്ടു, പക്ഷെ പറയാൻ മനസ്സില്ല. അമ്മ പറയില്ല അല്ലേ? ഇല്ല. വേണ്ടി വന്നാൽ പറയിപ്പിക്കാൻ ഞാൻ മടിക്കില്ല. അതിന് ഈ വേഷം പോരാ. പോയി കാക്കിയോടെ പിട്ടിട്ട് വാ.
ആ.